എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. ഇന്നത്തെ വീഡിയോ ഇന്നലകളിൽ പലരും കാണിച്ച പ്രവൃത്തിയുടെ ഫലങ്ങൾ അനുഭവിക്കുന്ന ഇന്നത്തെ ജനതയെക്കുറിച്ചാണ്. നമുക്കറിയാം, ലോകത്തിൽ ആദ്യമായി അഗതികൾക്കും ഇല്ലീഗൽ ഇമിഗ്രൻസിനും വേണ്ടിയൊരു കവാടം തുറന്നു കൊടുത്തത് UK എന്ന മഹാരാജ്യമാണ്. അവർക്ക് അഗതികൾക്ക് അവിടെ എൻട്രി കൊടുക്കാനും അവരവിടെ പുനരധിവസിക്കാനും അവർക്ക് കൊണ്ട് സൗകര്യങ്ങൾ ചെയ്യാനും വലിയ രീതിയിൽ UK ഗവൺമെൻറ് വേണ്ടത് ചെയ്തിരുന്നു. എന്നാൽ അതിൻ്റെ ഫലം അനുഭവിക്കുന്നത് ഇന്നത്തെ UK ജനതകളാണ്. നമുക്കറിയാം, ഈയിടയ്ക്ക് നടന്ന പല പ്രതിഷേധങ്ങളുമൊക്കെ വല്ലാതെ ഉള്ള ബുദ്ധിമുട്ട് അവിടെ UK നിവാസികൾക്കുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇത് നമുക്കൊരു വലിയൊരു ഉദാഹരണമാണ്. ഒപ്പം UK കഴിഞ്ഞാൽ അമേരിക്ക, മറ്റു പല രാജ്യങ്ങളും, ഈ യൂറോപ്യൻ രാജ്യങ്ങളും ഇങ്ങനെയുള്ള ഇല്ലീഗൽ ഇമിഗ്രൻസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും അവർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിരുന്നു. അത് നല്ലത് തന്നെയായിരുന്നു. എന്നാൽ ഇവരിൽ ഭൂരിഭാഗം ആൾക്കാരും പല മതസ്ഥരും പല ചിന്താഗതിയും ഉള്ളവരാണ്. ഇതിൽ ഡ്രഗ്സ് മാഫിയകളുണ്ട്, തീവ്ര ചിന്താഗതിയുള്ളവരുണ്ട്, പല രീതിയിലുള്ളവർ. ഇവരെ നമുക്ക് ആദ്യമൊന്നും കണ്ടെത്താൻ പറ്റിയില്ല. നാളുകൾ കഴിയുമ്പോഴാണ് ഇവരുടെ ആ സ്വഭാവം മനസ്സിലാക്കുന്നത്. എന്തിന് ഇവരൊക്കെയാണ് ഇങ്ങനെ പല ലോകത്തിൻ്റെ ഭാഗങ്ങളും പലയിടത്തും ചേക്കേറിയവർ. അവർ പിന്നെ കണ്ടുപിടിച്ച പല മാർഗങ്ങൾ ഒന്നായിട്ട് ഉള്ളവരാണ് ഹിസ്ബുള്ള, ഹൂതികൾ, ഹമാസ്, ഇങ്ങനെ പല പല ജയ്ഷെ മുഹമ്മദ്, ഇങ്ങനെയുള്ള പല പല ഗ്രൂപ്പുകളായി പിരിഞ്ഞ് ഇവർ അവസാനം കൊട്ടേഷൻ എടുക്കാൻ തുടങ്ങി. കൊട്ടേഷൻ എന്താണ്? അവർക്ക് മറ്റൊരു രാജ്യക്കാരെ അവിടെ പോയി ബഹളം ഉണ്ടാക്കി അവരെ അസ്ഥിരപ്പെടുത്തുക, അതിനുള്ള കോൺട്രാക്റ്റ് എടുക്കുക. ഇതാണ് ഇവരുടെ പ്രധാന തൊഴിൽ. അതിനുവേണ്ടി പല രാജ്യക്കാരും ഇവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. പാകിസ്ഥാൻ ഓരോ തെരുവിലും ഓരോ നേതാക്കന്മാരുണ്ട്, ഓരോ തീവ്രവാദി സംഘടനകളുണ്ട്. ഈ തീവ്രവാദി സംഘടനകൾ വർക്ക് ചെയ്യുന്നത് പാകിസ്ഥാൻ പട്ടാളത്തിന് വേണ്ടിയാണ്. കാരണം പാകിസ്ഥാൻ പട്ടാളത്തിന് എപ്പോഴും ഗവൺമെൻറ് മുകളിൽ ഒരു മേൽക്കോയ്മ ഉണ്ടാകണം. അതിനവർ ചെയ്യുന്നത് ഈ തീവ്രവാദികളെ വിട്ട് അവർ പോവില്ല. തീവ്രവാദികളെ വിട്ട് ഇന്ത്യൻ അതിർത്തികളിലൊന്ന് ഇന്ത്യയിൽ വേണ്ട ശല്യം ഉണ്ടാക്കുക. അപ്പോൾ ഇന്ത്യക്കാർ അവരെ തിരിച്ചടിക്കും. അപ്പോൾ അതൊരു സെയിം രീതി തന്നെയാണ്. പാലസ്തീനികളെ സഹായിക്കാൻ വേണ്ടി അവിടെ എത്തി ഒരു കൂട്ടനുണ്ട്. അവസാനം അവരെ ഹമാസ് എന്നറിയപ്പെടുന്നു. എന്തായി ഹമാസ്? അവർ ചെയ്യുന്നത് പാപം ഒരുവിധം സമാധാനമായി ജീവിച്ചവർക്ക് സ്വാതന്ത്ര്യത്തിന് വേണ്ടി ചെറിയ രീതിയിൽ മുറവിടിക്ക് കൂട്ടിക്കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി എല്ലാ പ്രചോദനങ്ങളും എല്ലാ സൗകര്യങ്ങളും ചെയ്യാമെന്നുള്ള രീതിയിൽ അവരുമായിട്ട് ഒത്തുചേർന്ന് കൂടിയ ഒരു കൂട്ടരാണ് ഹമാസ്. അവസാനം പാലസ്തീനിൽ മുൻകാലം കൊണ്ട് ലിബറേഷൻ ആർമിയിലൊക്കെ പെട്ട യാസർ അറാഫത്ത്, അവരുടെയൊക്കെ ഒരു നയപരമായ രീതിയിൽ കൊണ്ട് മുമ്പോട്ട് പോകുന്നതിനേക്കാളും തീവ്ര ചിന്താഗതികളുമായി എത്തിയവരാണ് ഈ ഹമാസ്. അവസാനം അവിടെ ഒരുവിധം നല്ല നേതാക്കന്മാരിൽ ഇവരില്ലാതാക്കി അവരെ ഉന്മൂലനം ചെയ്തു. ഇവർ അവസാനം അവിടുത്തെ എല്ലാം എടുക്കുകയും ഇവരുടെ നേതാക്കന്മാർ ഖത്തർ, തുർക്കി ഇങ്ങനെയുള്ള ഭാഗങ്ങളിൽ ചേക്കേറി വളരെ രാജ പദവിയിൽ അവർ അവിടെ ജീവിക്കുകയായിരുന്നു. അതിൽ കുറച്ചെണ്ണം ഇഹലോകവാസം വിടിഞ്ഞു. അത് ഇസ്രായേൽ മൂലം ഇവർ വധിക്കപ്പെട്ടു. ബട്ട് ഇതിൽ ചില അറബ് രാജ്യങ്ങൾ കാണിക്കേണ്ടത്, പ്രത്യേകിച്ചും ഖത്തർ സംഭവിച്ചിരിക്കുന്നത് എന്താണ്? ഖത്തറാണ് ഏറ്റവും കൂടുതൽ ഇവർക്ക് വേണ്ട സൗകര്യം ചെയ്തു കൊടുത്തത്. യഥാർത്ഥത്തിൽ ഒരു തീവ്രവാദ സ്വഭാവമുള്ള ആരെ അവിടെ താമസിപ്പിച്ചാലും അവർക്ക് കൊണ്ട് പ്രചോദനം കൊടുത്താലും പാർട്ടിലി അവർ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ളൊരു സത്യമാണ്. അവർ ഖത്തർ അറിയുന്നില്ല. ഒരു കുഞ്ഞു രാജ്യമാണ്. എണ്ണയിൽ കിട്ടുന്ന ചെറിയ വരുമാനത്തിൽ നല്ല രീതിയിൽ അവിടെ ഡെവലപ്പാകുന്നു.
വേൾഡ് ഫുട്ബോൾ ടൂർണമെൻ്റൊക്കെ വെച്ച് കുറച്ച് പ്രസക്തിയിലും നല്ല കാര്യങ്ങളൊക്കെ ഉള്ളവരാണെങ്കിലും ചില മോശമായ അവരുടെ ചിന്താഗതി അവരെ പിന്നിലേക്ക് വലിച്ചു. ഈയിടയ്ക്ക് നമ്മൾ മനസ്സിലാക്കി ഇസ്രായേൽ അവിടെ ബോംബിങ് ഇസ്രായേൽ ഖത്തർ ജനതയ്ക്ക് മുകളിലല്ല ബോംബിങ് ചെയ്തത് തീവ്രവാദി സംഘടനകളെ ഉന്മൂലനം ചെയ്യാൻ അവരുടെ നേതാക്കളെ അവർക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നു. അതിന് പല കാരണങ്ങളുണ്ട്. എന്നാൽ ഇങ്ങനൊരു സംഭവം ഖത്തറിൽ സംഭവിക്കരുതായിരുന്നു. ഇപ്പോൾ അറബ് രാജ്യങ്ങളെല്ലാം ചേർന്ന് ഇസ്രായേലിനെ ഇപ്പോൾ തകർക്കും. ഇതെല്ലാം അങ്ങനെ ബന്ധപ്പെട്ടാൽ ഇസ്രായേൽ അടക്കം എല്ലാ രാജ്യങ്ങളും നശിക്കത്തേ ഉള്ളൂ, ഒരിക്കലും നേരായി വരില്ല. സോ തെറ്റുകൾ തിരുത്തുക, കഴിയുന്നതും അറബ് രാഷ്ട്രങ്ങളോട് പറയുന്നു, കഴിയുന്നതും തീവ്രവാദികളെ നിങ്ങളുടെ സ്ഥലത്തു നിന്ന് ഒഴിവാക്കുക, അവർക്ക് അങ്ങോട്ട് സ്ഥാനം കൊടുക്കാതിരിക്കുക. നിങ്ങളുടെ രാജ്യത്ത് നിങ്ങൾ കഷ്ടപ്പെട്ട് നിങ്ങളുടെ ജനതയ്ക്ക് കൊടുക്കേണ്ട ആ മൂല്യങ്ങൾ, അവരുടെ സൗകര്യങ്ങൾ നിങ്ങൾ തീവ്രവാദികൾ കൊടുക്കാതിരിക്കുക. അങ്ങനെ കൊടുത്താൽ ഇപ്പോൾ ലണ്ടനിൽ സംഭവിക്കുന്നതും ഓസ്ട്രേലിയയിൽ സംഭവിക്കുന്നതും അമേരിക്കയിലുണ്ടാകുന്നതും ജർമ്മനിൽ സംഭവിക്കുന്നതും ഫ്രാൻസിൽ സംഭവിക്കുന്ന എല്ലാവിധ സംവിധാനങ്ങളും ഈ അറബ് രാജ്യത്തുണ്ട്. ഒരു ചെറിയൊരു ലീഗ് അറബാണ്. ഇപ്പോൾ UAE, ഖത്തർ, ഒമാൻ, ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു രാജ്യങ്ങൾ. നിങ്ങൾ ഒരിക്കലും ഇങ്ങനെയുള്ള തീവ്രവാദികൾ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക. ഏറ്റവും കൂടുതൽ തീവ്രവാദത്തിൻ്റെ ടോട്ടൽ കോൺടാക്റ്റ് എടുക്കുന്നത് പാകിസ്ഥാന് പിന്നെ വേറെ യാതൊന്നുമില്ല. അവിടെ ഡെയിലി സ്വയം ആൾക്കാർ മരിക്കുന്നു, സ്വയം തീവ്രവാദി, എന്നിട്ട് അവസാനം ഇന്ത്യയുടെ മറ്റേതെങ്കിലും രാജ്യത്തിൻ്റെ പേരിലങ്ങോട്ട് അനാവശ്യം പറയുക. സോ എനിക്ക് എല്ലാം പ്രത്യേകിച്ച് മുസ്ലിം ജനതയോട് പറയാനുള്ളത്, അള്ളാഹു അക്ബർ ഇങ്ങനെയുള്ള വൃത്തികേട് ചെയ്യാൻ ഒന്നും പറയുന്നില്ല. നിങ്ങൾ ശരിക്ക് ഖുർആൻ പഠിച്ചു കഴിഞ്ഞാൽ ഈ തീവ്രവാദ ആൾക്കാരെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക. പലരും ഈ ഹമാസ് ജയിച്ചാൽ ഘോഷയാത്ര നടത്തുന്നവരുണ്ട്, വെടിപൊട്ടിക്കുന്നവരുണ്ട്, സന്തോഷിക്കുന്നവരുണ്ട്. ഇറ്റ് ഈസ് ഇമ്മറ്റീരിയൽ. നിങ്ങളൊന്നും മനസ്സിലാക്കണം, ഈ ഹമാസ് ഇവരെ സുഖിക്കുന്നതിന് പകരം ഒരുത്തൻ്റെ സുഖത്തിന് വേണ്ടി 1000 ആൾക്കാരെയാണ് പാവം പിടിച്ച പലസ്തീനുകളെ കൊല്ലുകയാണ്. അവർക്ക് ഭക്ഷണമില്ല, കിടപ്പാടമില്ല, ഒന്നുമില്ല. എന്തുകൊണ്ട്? അവരെ ഇസ്രായേൽ അറ്റാക്ക് ചെയ്യുന്നു. ഇസ്രായേൽ എന്തുകൊണ്ട് അറ്റാക്ക് ചെയ്യുന്നു? ഇസ്രായേലിനെ ഹമാസ് അറ്റാക്ക് ചെയ്യുന്നു. അപ്പോൾ ഈ പാവം പിടിച്ച പലസ്തീൻ ജനതയെ മറയാക്കിക്കൊണ്ട് അവരെ കൊന്നു, അവരെ നാനാവിശേഷമാക്കി ഇവർ സുഖിക്കുക എന്ന് പറഞ്ഞാൽ അതിനുള്ള ആ സുഖിപ്പിൻ്റെ നടത്തിപ്പുകാർക്കുള്ള സൗകര്യം ഖത്തർ ഗവൺമെൻറ് ചെയ്തു കൊടുക്കുന്നത് ലജ്ജാവഹമാണ്. ഇനി അത് ചെയ്യാതിരിക്കുക. അത് ഖത്തർ മൂലം മറ്റുള്ള അറബ് രാജ്യങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകരുത്. സോ റിക്വസ്റ്റ് ചെയ്യുന്നു ഖത്തർ ഗവൺമെൻറ്റിനോട്, ഇങ്ങനെയുള്ള ആൾക്കാരെ നിങ്ങളുടെ രാജ്യത്ത് നിലനിർത്താതിരിക്കുക. ഇസ്ലാമിൻ്റെ പേരും പറഞ്ഞ് മനുഷ്യനെ കൊന്നൊടുക്കുന്ന സംവിധാനം ആ ഭീകര രാഷ്ട്രങ്ങൾക്ക് വേണ്ട സംവിധാനം ചെയ്യാതിരിക്കുക. ഇപ്പോൾ ആകെ ഉള്ളത് എന്തിനും ഏതിനും ഭീകരവാദം ഏറ്റവും കൂടുതൽ സ്വന്തം ഇതുമായിട്ടിരിക്കുന്നത് പാകിസ്ഥാൻ. അവരത് പറഞ്ഞാൽ ഇഷ്ടത്തിന് 1 കപ്പലോ 2 കപ്പലോ തീവ്രവാദികളെ കയറ്റിവിടും നിങ്ങൾക്ക് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി. സോ ഇതൊന്നും മനുഷ്യത്വരഹിതമായ കാര്യങ്ങളാണ്. നല്ല കാര്യങ്ങൾ ചെയ്യുക, ധാർമ്മികത ചിന്തിക്കുക. ഒരു മതവും ആരെയും കൊല്ലാൻ പറയുന്നില്ല. ഇത് മതത്തിൻ്റെ പേരിൽ ഒരുത്തനെ കൊന്നാൽ ഞാൻ നേരെ സ്വർഗത്ത് പോകുന്നുള്ള ഈ ഒരു വിവരം കെട്ട ഒരു സംവിധാനം, ആ ഒരു ചിന്താഗതി മനുഷ്യനിൽ വരാതിരിക്കട്ടെ. ശ്രദ്ധിക്കുക. ഒരിക്കൽ കൂടി ഖത്തറിന് നല്ല ബുദ്ധി വരട്ടെ എന്ന് നമുക്ക് ആശിക്കാം. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. താങ്ക് യു.